ഹലോ 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 സ്റ്റോപ്പ് റെക്കോർഡിംഗ് കൊടുക്കുന്നു. അപ്പം നീ അത് ഹലോ ഹലോ അപ്പം ഇന്ന് എടുക്കുന്നത് വേഫ്രാഗയാണ്. അപ്പം വേഫ്രാഗ എന്ന് വെച്ചാൽ എന്താണ്? വേഫ്രാഗെ ആർ ദ ക്വസ്റ്റ്യൻസ് ഇൻ ദ ജർമ്മൻ ദാറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ W വേർഡ്. വേഫ്രാഗ എന്ന് പറയുന്ന ജർമ്മൻസ് യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ജർമ്മനിയിൽ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് വേഫ്രാഗ. ജർമ്മൻ ഭാഷയിൽ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് വേഫ്രാഗെ. അത് സ്റ്റാർട്ട് ചെയ്യുന്ന W-യിലായിരിക്കും. സിമിലർ ടു WH ക്വസ്റ്റ്യൻസ് ഇൻ ഇംഗ്ലീഷ്. അത് WH ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ അതുമായിട്ട് സിമിലർ ആയിരിക്കും. ദീസ് ആർ എസെൻഷ്യൽ ഫോർ ആസ്കിങ് അബൌട്ട് ഡിഫറെൻറ്റ് ആസ്പെക്ട് ഓഫ് എ സിറ്റുവേഷൻ ഓർ ടോപ്പിക്. ഇത് എന്തിനാണ്? ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ടോപ്പിക്കിലൊക്കെ യൂസ് ചെയ്യാനായിട്ട്, ആസ്ക് ചെയ്യാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം ലിസ്റ്റ് ഓഫ് വേഫ്രാഗയുടെ ഒരു ലിസ്റ്റാണ്. വേഫ്രാഗ എങ്ങനെയാണ് എഴുതുന്നതെന്ന് വെച്ചാൽ ആദ്യമേ വേഫ്രാഗെ ക്വസ്റ്റ്യൻ വരും, അത് കഴിഞ്ഞിട്ട് വെർബ് വരും, പിന്നെ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, ക്വസ്റ്റ്യൻ മാർക്കായിരിക്കും വരുന്നത്. അപ്പം വാസ് എന്ന് വെച്ചാൽ വാട്ട്, വാസ് എന്ന് വെച്ചാൽ വാട്ട്, വസിസ്റ്റ് ദസ് എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഈസ് ദാറ്റ്, അതെന്താണ്. വറും, വറും എന്ന് വെച്ചാൽ എന്താണ്? വറും എന്ന് വെച്ചാൽ വൈ. വറും ഗേസ്റ്റ് ടു, വൈ ആർ യു ഗോയിങ്, എങ്ങോട്ടേക്കാണ്, വൈ ആർ യു ഗോയിങ്. വൈ ആർ യു ഗോയിങ് എന്ന് വെച്ചാൽ എന്തിനാണ് നീ പോകുന്നത്, എന്തിനാണ് നീ പോകുന്നത്. പിന്നെ വൺ എന്ന് വെച്ചെന്ന വെന്ന്, വൺ കോംസ് ടു ഡു, എപ്പോഴാണ് വരുന്നത്. പിന്നെ വേർ എന്ന് വെച്ചെന്ന ഹൂ, ഹൂ, വേർ ഇസ് ദസ്, ഹൂ ഈസ് ദാറ്റ്, അതാരാണ്. വി ഫീൽ എന്ന് വെച്ചെന്ന ഹൗ മച്ച്, വി ഫീൽ കോസ്റ്റഡ് ദസ് എന്ന് വെച്ചെന്ന ഹൗ മച്ച് കോസ്റ്റഡ് ദസ് കോസ്റ്റ്, അതിന് എത്രയാണ്. വി ഫീൽ എന്ന് പറഞ്ഞാൽ, വി ഫീൽ എന്ന് പറഞ്ഞാൽ ഹൗ മച്ച്, വി ഫീൽ എന്ന് പറഞ്ഞാൽ ഹൗ മെനി. ഫീൽ എന്താണ്? ഫീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ കഴിയത്തില്ലാത്ത സാധനങ്ങളെ ആണ് ഫീല്. എണ്ണാൻ കഴിയത്തില്ലാത്ത, അതായത് ഹൗ മച്ച് കോസ്റ്റഡ് ദസ്. ഫീൽ എന്ന് പറഞ്ഞാൽ എണ്ണാൻ കഴിയുന്ന, ഹൗ മെനി. വി ഫീല് കിൻഡർ ഹാസ് ടു, എനിക്ക് എത്ര കുട്ടികളാണ്. പിന്നെ വോ എന്ന് പറഞ്ഞാൽ വേറെ, വോ ബിസ് ടു, വേർ ആർ യു. പിന്നെ വൊഹിൻ എന്ന് പറഞ്ഞാൽ വേർ ടു, എങ്ങോട്ടേക്ക്. വൊഹിൻ ഗേസ് ടു, എങ്ങോട്ടേക്കാണ് പോകുന്നത്. പിന്നെ വൊഹേർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേർ ഫ്രം. വൊഹേർ കോംസ് ടു, എവിടെ നിന്നാണ് വരുന്നത്. പിന്നെ വെൽഷസ് എന്ന് വെച്ചാൽ എന്താണ്? വിച്ച്. വെൽഷെ ബുക്ക് ലീസ്റ്റ് ദു, ഏത് ബുക്കാണ് വായിക്കുന്നത്, നീ വായിക്കുന്നത്. അങ്ങനെയാണ് ഇത് വേഫ്രാഗയുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒന്നാമത്തതാണ് ഇത് വാസ് എന്ന് വെച്ചാൽ വാട്ട്, വസിസ്തസ് എന്ന് പറയാനായിട്ട്. വറും എന്ന് വെച്ചാൽ വൈ ഗേസ് ടു ഡു, വൈ ആർ യു ഡൂയിങ്. പിന്നെ വെൻ എന്ന് വെച്ചാൽ വെൻ എന്ന് വരുന്നത് അന്നെന്താണ്? വെൻ കോംസ് ടു, എപ്പോഴാണ് വരുന്നത്. വേർ എന്ന് വെച്ചാൽ ഹൂവ് എന്ന് വെച്ചാൽ വേർ ഈസ് ദസ്, ഹൂ ഇസ് ദാറ്റ്, ആരാണത്. വി ഫീൽ എന്ന് വെച്ചാൽ ഹൗ മച്ച്, വി ഫീൽ കോസ്റ്റഡ് ദസ്. പിന്നെ വി ഫീൽ എന്ന് പറഞ്ഞാൽ ഹൗ മെനി, എണ്ണാൻ കഴിയാത്തത്, എണ്ണാൻ കഴിയുന്നത്. വി ഫീൽ എന്ന് പറഞ്ഞാൽ എണ്ണാൻ കഴിയുന്നത്, വി ഫീൽ എന്ന് പറഞ്ഞാൽ എണ്ണാൻ കഴിയാത്തത്. അപ്പോൾ വി ഫീൽ എന്ന് പറഞ്ഞാൽ എന്നാ? ഹൗ മെനി, എത്ര കുട്ടികളുണ്ട്. പിന്നെ വോ എന്ന് പറഞ്ഞാൽ വേറെ, വോ ബിസ് ടു, വേർ ആർ യു, എവിടെയാണ്. പിന്നെ വൊഹിൻ എന്ന് പറഞ്ഞാൽ വേർ ടു, വൊഹിൻ ഗേസ് ടു, എങ്ങോട്ടേക്കാണ് പോകുന്നത്. വൊഹേർ എന്ന് പറഞ്ഞാൽ ഫ്രം വേർ, എവിടെ നിന്നാണ് വരുന്നത്. വൊഹ കോംസ് ടു. വെൽഷസ് ഇതെന്ന് വെച്ചാൽ
അതിൻ്റെ ആ ഒരു എന്താ അതിൻ്റെ ആ ഒരു ഡെറും ദിയും ദസ്സൊക്കെ വെച്ചിട്ട് അതിൻ്റെ എൻഡിങ്സിൽ ചേഞ്ചസ് ഉണ്ടാവും. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. വെൽഷർ വെൽഷസ്. മസ്കുലിൻ ആണെങ്കിൽ വെൽഷർ വരും, ഫെമിനിൻ ആണെങ്കിൽ വെൽഷ വരും, ന്യൂട്രലിനാണെങ്കിൽ വെൽഷസ് വരും. അപ്പം വെൽഷസിൻ്റെ മീനിങ് വിച്ച്. ഏത് ബുക്കാണ് നീ വായിക്കുന്നത്? വെൽഷസ് ബുക്ക് ലീസ്റ്റ് ദു വെൽഷ. അപ്പം ബുക്ക് എന്ന് പറയുമ്പോൾ ദസ് ബുക്കാണ്. അപ്പം അത് നോയിട്രം ആയതുകൊണ്ട് ES വരും. അപ്പം ഇതിൻ്റെ അകത്ത് ഇതായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഹൗ ടു യൂസ് വേഫ്രാഗൻ. വേഫ്രാഗൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വേഫ്രാഗൻ ആർ യൂസ്ഡ് ടു ആസ്ക് ഫോർ സം സ്പെസിഫിക് ഇൻഫർമേഷൻ. അതായിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻസ് ഒക്കെ കൈമാറാനായിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് ഈ വേഫ്രാഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് വേർഡ് ഓർഡർ ഇൻ ജർമ്മൻ ക്വസ്റ്റ്യൻ ഈസ്. അതായത് അതിൻ്റെ ആ വേഫ്രാഗയുടെ ഒരു ഓർഡർ എങ്ങനെയാണെന്ന് വെച്ചാൽ വേഫ്രാഗ് ആദ്യം വരും, അത് കഴിഞ്ഞ് സബ്ജക്റ്റ് വരും, പിന്നെ ഒബ്ജക്റ്റ്, പിന്നെ റെസ്റ്റ് ഓഫ് ദ സെൻറ്റൻസ്. അവിടെ എന്തെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വരും, പിന്നെ അതും അല്ലെങ്കിൽ ഒബ്ജക്റ്റുകളുണ്ടെങ്കിൽ അതും വരും. എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് വി ഹൈസ് ടു വാട്ട്സ് യുവർ നെയിം. അത് സബ്ജക്റ്റ് വേഫ്രാഗെ വേർട്ട് വന്നു. പിന്നെ എന്നാ പിന്നെ ഇത് പിന്നെ എന്താണ് ഇത് ഇത് വി ഹൈസ് ടു എന്ന് വെച്ചാൽ വാട്ട്സ് യുവർ നെയിം. വേഫ്രാഗെ വന്നു, വെർബ് വന്നു, സബ്ജക്റ്റ് വന്നു, പിന്നെ ക്വസ്റ്റ്യൻ മാർക്കും അങ്ങനെ. പിന്നെ ഒഹെ കംസ് ടു വെയർ ആർ യു ഫ്രം. എവിടെ നിന്നാണ് വരുന്നത്? ഒഹെ കംസ് ടു. അപ്പം വേഫ്രാഗെ വേർട്ട് വന്നു, പിന്നെ വെർബ് വന്നു, പിന്നെ സബ്ജക്റ്റ് വന്നു, പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. അതിൻ്റെ ആ ഒരു വരുന്ന രീതിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആദ്യമേ ഫ്രാഗെ വേർട്ട് വരും, പിന്നെ വെർബ് വരും, പിന്നെ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, ക്വസ്റ്റ്യൻ മാർക്ക്. വി ഹൈസ് ടു എന്ന് വെച്ചാൽ വി ഹൈസ് ടു എന്ന് വെച്ചാൽ വാട്ട് ഈസ് യുവർ നെയിം. ഒഹെ കോംസ് ടു എന്ന് വെച്ചാൽ എവിടെ നിന്നാണ് വരുന്നത്. ഇപ്പം അതിൻ്റെ അകത്തെല്ലാം എന്താണ് ആദ്യമേ വേഫ്രാഗെ വേർട്ട് വരും, വെർബ് വരും, സബ്ജക്റ്റ് വരും, ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് വരും, പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് വരും. അപ്പം ഇതെല്ലാം അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വി ഹൈസ് ടു എന്ന് വെച്ചാൽ നിന്റെ പേരെന്താണ്? വൊഹെ കംസ് ടു എവിടെ നിന്നാണ് നീ വരുന്നത്? വാസ് മസ് ടു ഹോയ്റ്റ് ആമൻ എന്ന് വെച്ചാൽ എന്താണ് ചെയ്യുന്നത് ഇന്ന് വൈകുന്നേരം നീ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ആദ്യമേ വാസ് വന്നു, അതായത് ഫ്രാഗേവോട്ട് വന്നു, വെർബ് വന്നു, മസ്റ്റ് വന്നു, സബ്ജക്റ്റ് വന്നു ദൂവ്, ടെമ്പറൽ ടൈമിനെ കാണിക്കാനായിട്ട് ഹോയ്റ്റ് ആമൻ എന്നിട്ടേക്കുന്നു. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. അതായത് എന്തെങ്കിലും ഫ്രാഗേവോട്ട് ഉണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ഫ്രാഗേവോട്ട് ഫസ്റ്റ് ഇടും, പിന്നെ വെർബ് സെക്കൻഡ് വരും, തേർഡ് സബ്ജക്റ്റ് വരും, പിന്നെ എന്തെങ്കിലും ടെമ്പറൽ ടൈമുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വരും, പിന്നെ ഡേറ്റീവായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരും, പിന്നെ അക്സറ്റീവ് ഉണ്ടെങ്കിൽ അത് വരും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത്. അപ്പോൾ വരും ലേണേഴ്സ് ടു എന്തിനാണ് വരും എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നീ പഠിക്കുന്നത്? ദോഷ് അപ്പം അക്സറ്റീവ് വരും. അപ്പം ഫ്രാഗേവോട്ട് വന്നു, വെർബ് വന്നു, സബ്ജക്റ്റ് വന്നു, പിന്നെ ഒബ്ജക്റ്റ്, അക്സറ്റീവ് ഒബ്ജക്റ്റ് വന്നു, ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. അപ്പം വറും ലേണേഴ്സ് ഡു ദോച്ച്. എന്തുകൊണ്ടാണ് നീ ദോച്ച് പഠിക്കുന്നത്? പിന്നെ വൺ ബിഗിൻസ് ദെൻ ദ ഫിലിം. ആ ഫിലിം എപ്പോഴാണ് തുടങ്ങുന്നത്? അതാണ് വൺ ബിഗിൻസ് ദ ഫിലിം. പിന്നെ വി ഗേറ്റസ് തിയർ. വി ഗേറ്റസ് തിയർ എന്ന് വെച്ചാൽ ഹൗ ആർ യു? വി ഗേറ്റസ് തിയർ. അപ്പം ഡേറ്റീവ് ആകുമ്പം ഡേറ്റീവ് വരും. പിന്നെ അതുപോലെ എല്ലാം പറഞ്ഞ പോലെ വേഫ്രാഗെ, വെർബ്, സബ്ജക്റ്റ്, ടെമ്പറലായിട്ട് എന്തെങ്കിലും ടൈം ഉണ്ട് അത്. ഇത് അവിടെ ഒന്നും ടൈമൊന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നേരെ അവിടെ ഒന്നും എഴുതിയില്ല. അവിടെ ഒബ്ജക്റ്റ് ഡേറ്റീവ് ഉണ്ട്, അത് എഴുതി. പിന്നെ അക്വസറ്റീവ് ഒബ്ജക്റ്റ് ഒന്നും ഇല്ല, പിന്നെ നേരെ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പം വി ഗേറ്റസ് തിയർ ക്വസ്റ്റ്യൻ മാർക്ക്. ഹൗ ആർ യു?
വേർ ഈസ്റ്റ് ദീസ് മാൻ, ആരാണ് ഈ മനുഷ്യൻ, വേർ ഈസ്റ്റ് ദീസ് മാൻ. പിന്നെ വെൽഷർ ടാഗ് ഈസ്റ്റ് ഹോയിറ്റ്, ഇന്ന് ഏത് ദിവസമാണ്. പിന്നെ ആൻസർ പറയാനായിട്ടും എങ്ങനെയായിരിക്കും, ഇന്ന് ഏത് ദിവസമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് മൺഡേ ആണെന്ന് പറയാനായിട്ട് ഹോയിറ്റെ ഇസ്റ്റ് മൊണ്ണാട്ട്. അപ്പം എന്ത് ചെയ്യുന്നു, ഹോയിറ്റെ ആദ്യം വരുന്നു. അതായത് സബ്ജക്റ്റ് ഫസ്റ്റ് വരുന്നു, പിന്നെ വെർബ് വരുന്നു, പിന്നെ ഒബ്ജക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വരുന്നു. അപ്പം അങ്ങനെയായിരിക്കും ഇതിൻ്റെ എന്താ ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ വരുന്നത് വെൽഷർ ടാഗ് ഈസ്റ്റ് ഹോയിറ്റ്, ഏത് ദിവസമാണ് ഇന്ന്, ഹോയിറ്റ് ഈസ്റ്റ് മോൺടാഗ്, ഇന്ന് മൺഡേ ആണ്. വെൽഷെ ക്യാറ്റ് ഹാസ് ടു ഡു, അതായത് ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടാഗ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഡർ ടാഗ് എന്നാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പം എന്താണ്, അപ്പോൾ നമ്മൾ ഈ വെൽഷസിനകത്ത് വെൽഷർ ആയിരിക്കും എടുക്കുന്നത്. അത് ഡെർ ആയതുകൊണ്ടാണ് വെൽഷർ എടുക്കുന്നത്, മസ്കുലിൻ ആയതുകൊണ്ട്. അപ്പം വെൽഷർ ടാഗ് ഈസ്റ്റ് ഹോയിറ്റ്, അപ്പോൾ ഏത് ദിവസമാണ് ഇന്നെന്ന് ചോദിക്കാനായിട്ട് വെൽഷറാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഏത് പൂച്ചയാണ് നിന്റെ കയ്യിലുള്ളത് എന്ന് വെച്ചാൽ അപ്പം ഇതിനകത്ത് വെൽഷെ വരും. വെൽഷെ ക്യാറ്റ്സെ ഹാസ് ടു ഡു, ഏത് പൂച്ചയാണ് നിന്റെ കയ്യിലുള്ളത്. ഇഷ് ഹാബെ നോർമൽ ക്യാറ്റ്സ് എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലൊരു നോർമലായിട്ടൊരു പൂച്ചയാണ് ഉള്ളത്. പിന്നെ വെൽഷസ് ഹാൻഡി ഹാസ് ടു ഡു, ഹാൻഡി നോയിട്രം ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു, വെൽഷസ് വരുന്നു. വെൽഷസ് ഹാൻഡി ഹാസ് ടു ഡു, ഏത് ഫോണാണ് നിന്റെ കയ്യിലുള്ളത്. ഇഷ് ഹാബെ ഐഫോൺ ഓർ ആൻഡ്രോയിഡ്, ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഐഫോൺ ആണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ വെൽഷർ കൂലി എന്ന് പറയുമ്പോൾ എന്താണ്, ഡെർ എന്ന് പറഞ്ഞ ആർട്ടിക്കിളാണ്. അപ്പോൾ വെൽഷർ വരും. വെൽഷർ കൂലി ഹാസ് ടു ഡു, ഏത് പേനയാണ് നിൻ്റെ കയ്യിലുള്ളത്. ഇഷ് ഹാബെ എന്താണ്, റോഡ് കൂലി, റെഡ് കളർ പേനയാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ വൊഹിൻ ഫെയർസ്റ്റ് ദു, എങ്ങോട്ടേക്കാണ് യാത്ര ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താ, വി ഫീൽ വസർ ട്രിങ്സ് ടു ഡു, അത് ഇല്ലാത്ത വി ഫീൽ വസർ ഡ്രിങ്ക്സ് ടു ഡു, എത്ര വെള്ളം നീ കുടിച്ചു. വി ഫീലെ ഹുണ്ടെ ഹാസ് ടു ഡു, ഇതിനകത്ത് പറയുന്നത് എന്താണ്, വസർ എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ കഴിയത്തില്ല. അപ്പം വി ഫീൽ എന്ന് വരും. എത്ര വെള്ളം കുടിച്ചു എന്ന്, അപ്പം വി ഫീൽ വരും. വി ഫീൽ വസർ ഡ്രിങ്ക്സ് ടു ഡു. ഹുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് എത്ര പട്ടി ഉണ്ടെന്ന് അവിടെ എണ്ണാൻ പറ്റും. അതുകൊണ്ട് എന്താണ് അവിടെ വി ഫീലെ എന്നാണ് വന്നിരിക്കുന്നത്. ഫീലെ ഈയും കൂടെ വരും. വി ഫീലെ ഹുണ്ടെ ഹാസ് ടു ഡു. അപ്പം എന്താണ്, നിനക്ക് എത്ര പട്ടികളാണ് ഉള്ളത്. ഇഷ്ഹാബെ സ്വൈ കറ്റ്സെ അല്ലെങ്കിൽ ഇഷ്ഹാബെ സൈ ഹുണ്ടൻ. പിന്നെ വി ഫീലെ കിൻഡർ ഹാസ് ടു, ഇപ്പൊ കിൻഡർ എന്ന് പറയുമ്പോൾ ഇവിടെ എണ്ണാൻ പറ്റിയതുകൊണ്ട് വി ഫീലെ എന്ന് വരും. വി ഫീലെ കിൻഡർ ഹാസ് ടു ഡു. ഇഷ്ഹാബെ കൈനെ കിൻഡർ, എൻ്റെ ഒരു കുട്ടിയും ഇല്ല, എനിക്ക് ഒരു കുട്ടിയും ഇല്ല. പിന്നെ വി ഫീലെ ഓട്ടോസ് എന്ന് പറഞ്ഞാൽ നിനക്ക് എത്ര കാറുകളുണ്ട്. വി ഫീലെ ഓട്ടോസ് ഹാസ് ടു, നിനക്ക് എത്ര കാറുകളുണ്ട്. ഇഷ്ഹാബെ ഐൻ ഓട്ടോ, എനിക്ക് ഒരു കാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും, ഫ്രാഗെ വോട്ട് വരും, വെർബ് വരും, സബ്ജക്റ്റ് വരും, ടെമ്പോറൽ ടൈം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വരും. പിന്നെ ഡാറ്റീവ് ഒബ്ജക്റ്റും അക്വസേറ്റീവ് ഒബ്ജക്റ്റും വരും. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്കും വരും. ടിപ്സ് ഫോർ ലേണിംഗ് വേഫ്രാഗെ. പ്രാക്ടീസ് ഈച്ച് വേഫ്രാഗെ വിത്ത് എക്സാമ്പിൾ സെൻറ്റൻസ്. ട്രൈ ടു ഫോം യുവർ ഓൺ ക്വസ്റ്റ്യൻ യൂസിങ് ഈച്ച് വേഫ്രാഗെ. അതായത് വേഫ്രാഗെ സിമ്പിൾ സെൻറ്റൻസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തോന്നുന്നത് എടുത്ത് എഴുതുക. അതുവഴി അതിലൂടെ വേഫ്രാഗെ വേഗം പഠിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഫിൽ ഇൻ ദ ടേബിൾ. വാസ് വരുമ്പം വാസ് എന്ന് പറയുമ്പോൾ വാട്ടായിരിക്കും. വറും എന്ന് പറയുമ്പോൾ വൈ. വൻ എന്ന് പറഞ്ഞാൽ വെൻ, എപ്പോൾ. വാസ് എന്ന് പറഞ്ഞാൽ വാട്ട്, എന്ത്. വറും എന്ന് പറഞ്ഞാൽ വൈ, എന്തുകൊണ്ട്. വൻ എന്ന് പറഞ്ഞാൽ വെൻ, എപ്പോൾ. വോ എന്ന് പറഞ്ഞാൽ
വോ എന്ന് പറഞ്ഞ എന്തായിരുന്നു? പോവാന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അടിയിലുണ്ട്, മീനിങ് ഉണ്ട്, മലയാളത്തിൽ എഴുതുന്നുണ്ട്. ആ മീനിങ്ങും അത് എന്റെ ഒരു എക്സാമ്പിൾ സെന്റൻസ് ഉണ്ടായിരുന്നു. മുട്ടായി കൊണ്ടുവന്നു. വോ 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 വോ. വോ എന്ന് പറഞ്ഞ വേർ, എവിടെ. വോ എന്ന് പറഞ്ഞ എന്താണ്? വേർ. വോ എന്ന് പറഞ്ഞ വേർ. വി എന്ന് പറഞ്ഞ എത്ര. ഹൗ. നീ പറഞ്ഞ എത്രയോ അല്ലേ? എങ്ങനെ, ഹൗ. നീ ആ. മീനിങ് വായിക്കണേ. വി എന്ന് പറയുന്ന ഹൗ, പിന്നെ വേർ എന്ന് ആ പറഞ്ഞ മലയാളം ആദ്യം വായിക്കണേ. അത് വായിച്ചായിരുന്നു. എക്സാമ്പിൾസ് ഓഫ് വേ ഫ്രാഗ്. വസ് എന്ന് പറഞ്ഞത് എന്താണ്? എന്ത്. വാസ് മസ്റ്റ് ടു ഹോയിറ്റെ ആവൻ. നീ ഇന്ന് വൈകുന്നേരം എന്ത് ചെയ്യുന്നു? അപ്പം വാസ് മസ്റ്റ് ടു ഹോയിറ്റെ ആവൻ, ഇന്ന് വൈകുന്നേരം എന്ത് ചെയ്യുന്നു. പിന്നെ വറും. വറും വീസോ വേഷ്ഹാൽബ്. വേഷ്ഹാൽബ് ഉണ്ട്. വെഷാൽബ് ഉണ്ട്. വെസ്പേഗൻ. വെസ്പേഗൻ എന്തിനാണ്, എന്തുകൊണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടി. എന്തൊക്കെയാണ്? വറും, വീസോ, വേസ്ഹാൽബ് ഉണ്ട്, വെസ്പേഗൻ. വീസ്ഹാൽബും വെസ്പേഗൻ എന്നൊക്കെ പറഞ്ഞ. വെഷാൽബ്. വെഷാൽബ് എന്ന് വെച്ചാൽ വെഷാൽബ് വെസ്പേഗൻ എന്നൊക്കെ പറഞ്ഞ എന്തിനാണ്, എന്തുകൊണ്ട് എന്നൊക്കെ പറയാനായിട്ടാണ്. പിന്നെ വറും ലേണേഴ്സ് ടു ഡോച്ച്. നീ എന്തിനാണ് ജർമ്മൻ പഠിക്കുന്നത്? ഇൻ ജർമ്മൻ വറും വീസോ വെഷ്ഹാൽബ് und Westwegen are essentially interchangeable, but they carry stable nuances in tone and logic. The different അതെന്നാ അറിയത്തില്ല. In German, Warum, Wieso, Weshalb und Weswegen are essentially interchangeable. മാറ്റി മാറ്റി ഉപയോഗിക്കാം. വീസോയും വറും വീസോയും വെസ്വേഗനും എല്ലാം മാറ്റി മാറ്റി ഉപയോഗിക്കാം. ബട്ട് ദേ ക്യാരീസ് അൺസ്റ്റേബിൾ ഇതെന്നതാ nuance in tone and logic. ചെറിയ മാറ്റം മാത്രമേ കാണത്തുള്ളൂ. ദ ഡിഫറെന്റ് അറ്റ് എ ഗ്ലാൻസ്. വറും. വറും എന്ന് വെച്ചാൽ എന്താണ്? വൈ, എന്തുകൊണ്ട്. ദ മോസ്റ്റ് കോമൺ ന്യൂട്രൽ വേ ടു ആസ്ക്. ഇത് മോസ്റ്റ് കോമൺ ആയിട്ടും കാണുന്ന ഒരു ചോദ്യമാണ് വൈ, അല്ല വറും എന്നുള്ളത്. അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് ആണ് വൈ, എന്തുകൊണ്ട്. പിന്നെ അടുത്താണ് വീസോ. വീസോ എന്ന് പറഞ്ഞാൽ വീസോ. വീസോ എന്ന് പറഞ്ഞാല് വീസോ often impulsive. How so, or how is it that. എന്താണ് ഹൗസോ, എങ്ങനെയാണ് അല്ലെങ്കിൽ ഹൗ ഈസ് ഇറ്റ് ദാറ്റ്, എങ്ങനെയാണ് അത് എന്നൊക്കെ പറയാൻ വേണ്ടിട്ട്. ഹൗ കം. ഹൗ കം യു ഡു ദാറ്റ്. വീസോ മസ്റ്റ് ഡു ദസ്. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ അത് നീ ചെയ്യും. അങ്ങനെയല്ല, എന്നാലും അങ്ങനെ ചെറുതായിട്ട് ആ ഒരു മീനിങ് ഉണ്ട്.
അങ്ങനെ അത് ഒക്കെ എടുത്ത് മാറ്റി. പിന്നെ ഹൗ കം എന്നാണ് അതിൻ്റെ മീനിങ്. പിന്നെ വെസ്ഹാൽബ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് വെഷാൽബ് എന്ന് വെച്ചാൽ തന്നെ ഫോക്കസസ് ഓൺ ദ റിലേഷൻ അല്ല റീസൺ ഓർ മോട്ടീവ് ഓഫ്റ്റൻ യൂസ്ഡ് ഇൻ ഇൻഫോർമൽ കോണ്ടെക്സ്റ്റ് ഫോർ വാട്ട് റീസൺ എന്താണ് എന്ത് റീസൺ കൊണ്ടാണ് അത് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് റീസൺ അല്ലെങ്കിൽ ഫോർ വാട്ട് റീസൺ എന്ന് വെച്ചാൽ എന്ത് കാരണത്താലാണ് അത് ചെയ്തതെന്നുള്ളത് പറയാനായിട്ടാണ് ഈ വെസ്ഹാൽബ് യൂസ് ചെയ്യുന്നത്. പിന്നെ വെസ്വേഗൻ ഫോക്കസ് ഓൺ ദ കോസസ് ഓർ അക്കൗണ്ട് വെരി സിമിലർ ടു വെസ്ഹാൽബ് എന്ന് വെച്ചാൽ വെഷാൽബ് focus on the causes or account very similar to Weishaupt on account of what. അപ്പൊ ചുമ്മാ വായിച്ചു വിട്ടാൽ മതിയോ? പിന്നെ aus welchem Grund the most formal and explicit way to ask for a reason. For what specific reason? ഇത് വരും എന്ത് കാരണത്താലാണ് നീ അത് ചെയ്തത്? ഹൗസ് വെൽഷം ഗ്രൂണ്ട് എന്ന് വെച്ചാൽ എന്ത് കാരണത്താലാണ് നീ അത് ചെയ്തത്? ഗ്രൂണ്ട് എന്ന് വെച്ചാൽ കാരണം അല്ലെങ്കിൽ റീസൺ. വറും എന്തുകൊണ്ട്? വറും ന്യൂട്രൽ ആയിട്ടും ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. വറും ലേൺസ് ടു ദോഷ് എന്തിനാണ് നീ ജർമ്മൻ പഠിക്കുന്നത്? വറും ബിസ്തു ദു സോ സ്പേറ്റ് വൈ ആർ യു സോ ലേറ്റ് എന്തുകൊണ്ടാണ് ലേറ്റ് ആയത്? പിന്നെ വറും റേഗ്നറ്റ് എസ് ഹോയിറ്റ് വൈ ഈസ് ഇറ്റ് ട്രെയിനിങ് ടുഡേ എന്തുകൊണ്ടാണ് ട്രെയിനിങ് ചെയ്യുന്നത്? ഫിനിഷ് വറും ബിസ്തു ദു സോ സ്പേറ്റ് എന്തുകൊണ്ടാണ് നീ താമസിച്ചത്? വറും റേഗ്നറ്റ് എസ് ഹോയിറ്റ് ഇന്ന് മഴയായിരിക്കുമോ? വറും ഹാസ്റ്റ് ഡു ദസ് ഗെറ്റാൻ വൈ ഡിഡ് യു ഡു ദാറ്റ് എന്താണ് നീ ചെയ്യുന്നത്? അല്ലേ എന്തുകൊണ്ട് നീ അത് ചെയ്തു? വറും ലാസ്റ്റ് ഡു എന്തുകൊണ്ട് നീ അത് ചെയ്തു? വറും ലാസ്റ്റ് ഡു എന്തുകൊണ്ട് നീ ചിരിക്കുന്നു? ഇനി അടുത്ത് വിസോ ഹൗ കം എങ്ങനെ വരും അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി എത്ര ധൈര്യം ഉണ്ടെങ്കിൽ വരും എന്നൊക്കെ പറയുന്ന പോലെ. വിസോ ഹാസ് ഡു എങ്ങനെയാണ് അല്ലെങ്കിൽ അതിലേക്ക് എത്തിയെന്ന് പറയാം. വിസോ ഹാസ് ടു ഡു നിഷ്ട് അൻഗെറൂഫൻ എന്ന് വെച്ചാൽ എന്താണ് ഹൗ കം യു ഡിഡിന്റ് കോൾ നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ വിളിക്കാതിരിക്കുന്നു അല്ലെ? എനിക്ക് എത്ര ഇതുണ്ടെങ്കിൽ നീ എന്നെ വിളിക്കാതിരിക്കും. അടുത്തത് വിസോ ഇസ് ദി ടൂർ ഓഫ് നൺ
ഹൗ കം ദ ഡോർ ഈസ് ഓപ്പൺ. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഡോറ് ഓപ്പൺ ചെയ്യും. നിനക്ക് എത്ര അങ്ങനെയെന്ന് പറയാനായിട്ടല്ലേ. wieso geht das Licht nicht an എന്ന് വെച്ചാൽ ഹൗ കം ദ ലൈറ്റ് won't turn on. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ലൈറ്റ് wieso geht das Licht das Licht nicht an. ആ ലൈറ്റ് എന്തുകൊണ്ടാണ് അത് ഓൺ ആകാത്തത്. wieso bist du noch hier. How come you are still here. എന്തുകൊണ്ടാണ് ഇവിടെ ഇപ്പോഴും നീ നിൽക്കുന്നതെന്ന് പറയാം. പിന്നെ wieso hast du das Auto verkauft. How come you sold the car. എന്തുകൊണ്ടാണ് നീ കാർ വാങ്ങിയത്. എന്തുകൊണ്ടാണ് നീ കാർ വിറ്റത്. wieso fragst du mich das. എന്തുകൊണ്ടാണ് how come you are asking me that. എന്തുകൊണ്ടാണ് നീ എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്തുകൊണ്ടാണ് നീ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. വെഷാൽബ് ഫോർമൽ ആയിട്ട് അല്ലെങ്കിൽ റീസൺ ഫോക്കസ് ചെയ്യാനായിട്ടൊക്കെ. വെസ്ഹാൽബ് ഹാസ് ടു ഡു gegründet. For what reason did he quit. എന്ത് quite gekundit. എന്ത് റീസൺ കൊണ്ടാണ് നീ ജോബ് ക്വിറ്റ് ചെയ്യുന്നത്. weshalb ist der Zug verspätet. For what reason is the train delayed. എന്ത് കാരണത്താലാണ് ട്രെയിൻ താമസിക്കുന്നത്. weshalb sagst du das. For what reason are you saying that. weshalb എന്നാണോ. weshalb sagst du das. For what reason are you saying that. എന്ത് കാരണത്താലാണ് നീ പറയുന്നത്. weshalb wurde das Projekt angebrochen. For what reason was the project cancelled. angebrochen. എന്ത് കാരണത്താലാണ് പ്രൊജക്റ്റ് ക്യാൻസൽ ആയത്. അടുത്തത് weshalb bist du so wütend. For what reason are you so hungry. എന്ത് കാരണത്താലാണ് നീ ദേഷ്യപ്പെടുന്നത്. wütend. ആംഗ്രി. എന്ത് കാരണത്താലാണ് ദേഷ്യപ്പെടുന്നത്. weshalb suchen wir eine Lösung.
For what reason are we looking for a solution? എന്ത് സൊല്യൂഷൻ ആണ് എന്ത് കാരണത്താലാണ് നമ്മൾ സൊല്യൂഷൻ തേടുന്നത്? എന്ത് കാരണത്താലാണ് നമ്മൾ സൊല്യൂഷൻ തേടുന്നത്? അടുത്തത് വെസ്വേഗൻ. ഫോർമൽ ആയിട്ട് അല്ലെങ്കിൽ കോസ് ഫോക്കസ്ഡ്. വെസ്വേഗൻ വൈറ്റ് the skinned on account of what is the child crying? എന്തുകൊണ്ടാണ് കുട്ടി കരയുന്നത്? എന്തുകൊണ്ടാണ് കുട്ടി കരയുന്നത്? വെസ്വേഗൻ viewed ear bestraft on account of what was he punished? എന്തുകൊണ്ടാണ് അവനെ പണിഷ് ചെയ്തത്? വെസ്വേഗൻ കിറ്റ് as decent straight on account of what is there this argument? എന്തുകൊണ്ടാണ് അവൻ ആർഗ്യൂ ചെയ്യുന്നത്? Weswegen ist sie heute nicht da on account of what is she not here today? എന്തുകൊണ്ടാണ് അവൾ നോട്ട് ഹിയർ ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് അവൾ ഇല്ലാത്തത്? Weswegen hast du dich entschieden on account of what did you decide? എന്താണ് നിങ്ങൾ തീരുമാനിച്ചത്? എന്താണ് നീ തീരുമാനിച്ചത്? എന്തുകൊണ്ടാണ് നീ തീരുമാനിച്ചത്? Weswegen ist die Straße gesperrt on account of what is the road closed? എന്തുകൊണ്ടാണ് റോഡ് അടച്ചത്? ഇനി അടുത്തത് aus welchem Grund explicit formal. Aus welchem Grund rufen Sie an? For what reason are you calling? എന്ത് റീസൺ കൊണ്ടാണ് നീ എന്നെ വിളിച്ചത്? നീ വിളിച്ചത് എന്ത് റീസൺ കൊണ്ടാണ് നീ വിളിച്ചത്? Aus welchem Grund wurde der Termin verschoben? For what reason was the appointment rescheduled? എന്ത് റീസൺ കൊണ്ടാണ് അപ്പോയിൻമെന്റ് റീഷെഡ്യൂൾ ചെയ്തത്? Aus welchem Grund ist das verboten? For what reason is that forbidden? Forbidden എന്നാ? Verboten. Forbidden എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുവാദം ഇല്ലാത്തത്. അത് മനസ്സിലായോ? പുകവലി ഇവിടെ forbidden ആണ്. ബാൻ ചെയ്തിരിക്കുന്നു. For what reason for forbidden? വിലക്ക്. എന്തുകൊണ്ട് വിലക്കിന്ന്? Aus welchem Grund haben Sie das Haus gekauft? For what reason did you buy the house? എന്ത് റീസണാലാണ് നീ വീട് വാങ്ങിയത്? വീട് വിറ്റതെന്നാണോ? ഫെർകൗഫ്റ്റ് അല്ലേ വിൽക്കുന്നത്? gekauft മേടിക്കുമല്ലേ? Aus welchem Grund ist die Qualität gesunken? For what reason has the quality dropped? എന്ത് റീസൺ കൊണ്ടാണ് അതിന്റെ ക്വാളിറ്റി ഡ്രോപ്പ് ആയി പോയത്? Aus welchem Grund zweifeln Sie an mir? For what reason do you doubt me? എന്ത് റീസൺ കൊണ്ടാണ് നിനക്ക് ഡൗട്ട് ഉണ്ടായ എന്നെ? അടുത്ത വെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ? വെൻ ബിഗിൻസ് ദ ഫിലിം? എപ്പോഴാണ് സിനിമ തുടങ്ങിയത്? വോ എന്ന് പറഞ്ഞാൽ എവിടെ? വോ വോണസ്റ്റ് ദു? നീ എവിടെയാണ് താമസിക്കുന്നത്? വി എന്ന് പറഞ്ഞാൽ എങ്ങനെ? വി ഗെയ്റ്റസ് ദിയർ? നിനക്ക് എങ്ങനെയുണ്ട്? വിയർ എന്ന് പറഞ്ഞാൽ ആര്? വിയർ ഇസ്റ്റ് ദീസർ മാൻ? ആരാണ് ഈ ആൾ? വെൽഷർ എന്ന് പറഞ്ഞാൽ ഏത്?
അതായത് നാമത്തിന്റെ ജെൻഡർ അനുസരിച്ച് അവസാനത്തിൽ മാറ്റം വരുന്നു. വെൽഷർ, വെൽഷെ, വെൽഷസ്. മസ്കുലിൻ ആണെങ്കിൽ വെൽഷർ, ഫെമിനിൻ ആണെങ്കിൽ വെൽഷെ, ന്യൂട്രൽ ആണെങ്കിൽ വെൽഷസ്. വെൽഷർ ടാഗ് ഈസ്റ്റ് ഹോയ്റ്റെ. ഇന്ന് ഏത് ദിവസമാണ്? അടുത്ത് വൊഹിൻ. വൊഹിൻ എന്ന് വെച്ചാൽ എങ്ങോട്ടേക്ക്. വൊഹിൻ ഗേസ് ദു. നീ എങ്ങോട്ടേക്കാണ്, നീ എങ്ങോട്ട് പോകുന്നു. വൊഹർ. വൊഹർ എന്ന് വെച്ചാൽ എവിടെ നിന്ന്. വൊഹർ കൊംസ് ദു. നീ എവിടെ നിന്നാണ് വരുന്നത്. വി ഫീൽ എത്ര, എണ്ണാൻ കഴിയാത്തവ. വി ഫീൽ കോസ്റ്റഡ് ദസ്. ഇതിന് എത്രയാണ് വില. വി ഫീലെ എത്ര, എണ്ണാൻ കഴിയുന്നവ. വി ഫീലെ ഗഷിഷ്ടർ ഹാസ്റ്റ് ദു. നിനക്ക് എത്ര സഹോദരങ്ങളുണ്ട്. വാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത്. വാസ് മക്സ് ദു ഹോയ്റ്റെ. എന്താണിന്ന് ചെയ്യുന്നത്. വാസ് ഇസ്റ്റ് ദൈൻ ലീബ്ലിങ്സ് ബുക്ക്. ഏതാണ് നിന്റെ ഇഷ്ടപ്പെട്ട ബുക്ക്. വാസ് കോസ്റ്റഡ് ദീസ് എ ടാബ്ലറ്റ്. എത്രയാണ് ഈ ടാബ്ലറ്റിന്. വാസ് സ്റ്റുഡിയർട്ട് ദു ആൻഡ് യൂണിവേഴ്സിറ്റേറ്റ്. ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നീ പഠിക്കുന്നത്. വാസ് ഇസ്റ്റ് ദ സീൽ ദൈനർ റൈസെ. വാട്ട് ഈസ് യുവർ ഗോൾ ഓഫ് യുവർ ട്രിപ്പ്. എന്താണ് നിന്റെ ട്രിപ്പിന്റെ ഗോള്. വാസ് യുവർ ഐൻ ഹൗസ് ടിയർ ഹാസ് ടു. ഏത് മൃഗമാണ് നിന്റെ വീട്ടിൽ വളർത്തുന്നത്. ഏത് വളർത്തുമൃഗമാണ് നിന്റെ അടുത്തുള്ളത്. വാസ് ഫ്യൂർ എന്നത് ഫ്രാഗ് അബൌട്ട് വെർബ്, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, പിന്നെ വാട്ട് ഓഫ്, പെറ്റ് ഓഫ്. വാസ് ഫ്യൂർ ഐനെ ബുക്ക് ഹാസ് ടു. ഏത് തരം ബുക്കാണ് നിന്റെ ഉള്ളത്. വാസ് ഫ്യൂർ ഐൻ ഹുണ്ട് ഹാസ് ടു. ഏത് തരം പട്ടിയാണ് നിന്റെ ഉള്ളത്. വാസ് ഫ്യൂർ ഐൻ ബുക്ക് ഹാസ് ടു. ഏത് തരം ബുക്കാണ് നിന്റെ ഉള്ളത്. അങ്ങനെ പറയാനായിട്ട് വാസ് ഫ്യൂർ ഐൻ എന്ന് ചേർക്കുക. എന്നിട്ട് എന്താണുള്ളത് അത് പറയുക. എന്നിട്ട് ഹാസ് ടു. അപ്പം എന്താണ് നിന്റെ, ഏത് തരം സാധനമാണ് നിന്റെ കയ്യിലുള്ളതെന്ന് പറയും. ഓക്കെ. വറും. വറും എന്ന് വെച്ചാൽ വൈ, എന്തുകൊണ്ട്. വറും ലേണസ് ടു ഏൺ ടാഗ്. വൈ ഡിഡ് യു സ്റ്റഡി എവറി ഡേ. എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും പഠിക്കുന്നത്. വറും മ്യോസ്റ്റസ് ടു ഇൻ ഡോച്ച്ലാൻഡ് ആർബൈറ്റൻ. എന്തുകൊണ്ടാണ് ഡോച്ച്ലാൻഡിൽ ആർബൈറ്റൻ ചെയ്യേണ്ടത്. കണ്ടായിരുന്നോ. ഓക്കെ. ഇപ്പം വറും എന്ന് വെച്ചാൽ വൈ. വറും ലേണസ് ടു ഏൺ ടാഗ്. എന്തുകൊണ്ടാണ് നീ എല്ലാ ദിവസവും പഠിക്കുന്നത്. വറും മ്യോസ്റ്റസ് ടു ഇൻ ഡോച്ച്ലാൻഡ് ആർബൈറ്റൻ. എന്ത് ആഗ്രഹത്താലാണ്. എടാ ഇതിന്റെ അർത്ഥം തന്നെ. വറും മ്യോസ്റ്റസ് ടു ഇൻ ഡോച്ച്ലാൻഡ് ആർബൈറ്റൻ എന്ന് വെച്ചാൽ ഇൻ ഡോച്ച്ലാൻഡ് ആർബൈറ്റൻ. അല്ല, അതിന്റെ മീനിങ് എന്താ. എന്തുകൊണ്ടാണ് ഡോച്ച്ലാൻഡിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടം. പിന്നെ വറും ദ ഹുണ്ട് സോ ലൗഡ്. എന്തുകൊണ്ടാണ് പട്ടി ലൗഡായിട്ട് കുരയ്ക്കുന്നത്. വറും റൂസ്റ്റ് ദു ബിഹാൻ. വൈ ആർ യു കോളിംഗ് മീ. എന്തുകൊണ്ടാണ് നീ എന്നെ കോൾ ചെയ്തത്. വറും ഇസ്റ്റ് ജിയോവിസൻഷ്ലാഫൻ ഇൻട്രസന്റ്. എന്തുകൊണ്ടാണ് എർത്ത് സയൻസ് ഇൻട്രസ്റ്റിംഗ്. വറും ഡ്രിങ്ക്സ് ദു കൈനെ കാഫി. എന്തുകൊണ്ടാണ് നീ ഒരു കാഫിയും കുടിക്കാത്തത്. വൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ. വൺ ബിഗിൻസ് ടു ഉണ്ടറിസ്റ്റ്.
എപ്പോഴാണ് നിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. വൺ ഹാസ് ടു ഡു ഗെബു സ്റ്റാർ. എപ്പോഴാണ് നിന്റെ ബർത്ത്ഡേ? വൺ ഇസ് ദൈൻ നേഷ്ടർ ഫ്ലൂ. വെൻ ഈസ് യുവർ നെക്സ്റ്റ് ഫ്ലൈറ്റ്? വൺ കൊമ്മൻ സി എർഗവിൻസ് എന്ന് വെച്ചാൽ എപ്പോഴാണ് നിന്റെ എപ്പോഴാണ് റിസൾട്ട് വരുന്നത്? വൺ കേസ്റ്റ് ദു ഷ്ലാഫൻ. എപ്പോഴാണ് നീ ഉറങ്ങാൻ പോകുന്നത്? വൺ ഹാസ് ടു സൈറ്റ് ഫ്യോർ മീ. എപ്പോഴാണ് നിനക്ക് ടൈം ഉള്ളതെന്നോ? വൺ ഹാസ് ടു ഡു സൈറ്റ് ഫ്യോർ മീ. നിനക്ക് എപ്പോഴാണ് എനിക്ക് വേണ്ടി ടൈം ഉള്ളത്? വോ മീൻസ് വെയർ, ലൊക്കേഷൻ പറയാനായിട്ട്. വോ വോൺസ് ടു. എവിടെയാണ് താമസിക്കുന്നത്? വോ ഇസ്റ്റ് മൈൻ ഹാൻഡി. എവിടെയാണ് എൻ്റെ ഫോൺ? വോ ലീറ്റ് ദി നേഷ്ടെ ക്ലിങ്. വെയർ ഈസ് ദ നിയറസ്റ്റ് ക്ലിനിക്. എവിടെയാണ് അടുത്തൊരു ക്ലിനിക് ഉള്ളത്? വോ ആർബൈറ്റഡ് ദൈൻ ഫാദർ. നിന്റെ അച്ഛൻ എന്താണ് ജോലി? വോ ഹാസ് ടു ഡു ദസ് ഗെലാൻഡ്. വൈ ഡിഡ് യു ലേൺ ദാറ്റ്. എന്താണ് പഠിച്ചത്? വോ ഇസ്റ്റ് ദി കെറ്റ്സേ. എവിടെയാണ് എൻ്റെ പൂച്ച? എവിടെയാണ് ആ പൂച്ച? വി എന്ന് വെച്ചാൽ ഹൗ. വി ഗേറ്റസ് ദിയർ ഹോയിറ്റെ. ഹൗ ആർ യു ടുഡേ? വി ഹൈസ് ടു. വാട്ട്സ് യുവർ നെയിം? ഹൗ ആർ യു കോൾഡ്? വി റിപ്പയർഡ് മാൻ ഡീസെ ഗെറാട്ട്. ഹൗ ഡു യു ഫിക്സ് ദി ഡിവൈസ്. എങ്ങനെയാണ് ഈ ഡിവൈസ് ഫിക്സ് ചെയ്യുന്നത്? വി ഷ്രൈറ്റ് മാൻ ദസ് ഓഫ് ഡോച്ച്. ഹൗ ഡു യു റൈറ്റ് ദാറ്റ് ഇൻ ജർമ്മൻ. എങ്ങനെയാണത് ജർമ്മനിയിൽ എഴുതുന്നത്? വി വാർ ദൈൻ ടാഗ്. എങ്ങനെയുണ്ടായിരുന്നു നിന്റെ ഡേ? വി കൊമ്മെ ഇഷ് സും ബാൻഹൂഫ്. ഹൗ ഡു ഐ ഗെറ്റ് ടു ദ ട്രെയിൻ സ്റ്റേഷൻ. എങ്ങനെയാണ് ഞാൻ ട്രെയിൻ സ്റ്റേഷനിൽ എത്തുന്നത്? വേർ ഈസ് ദസ്. ഹൂ ഈസ് ദാറ്റ്. വേർ എന്ന് പറഞ്ഞാൽ ഹൂ, ആരാണ്. വേർ ഈസ് ദസ്. ഹൂ ഈസ് ദാറ്റ് എന്ന് വെച്ചാൽ അതാരാണ്. വേർ ഹാറ്റ് ഡിയർ ഗെഹോൾഫൻ. ഹൂ ഹെൽപ്ഡ് യു. ആരാണ് നിന്നെ ഹെൽപ്പ് ചെയ്തത്? വേർ കൊംഡ് ഹോയിറ്റെ ആബണ്ട്. ഹൂ ഈസ് കമ്മിങ് ടു നൈറ്റ്. ആരാണ് രാത്രിയിൽ വരുന്നത്? വേർ ഈസ്റ്റ് ദൈൻ ലീവ്ലിംഗ് സൗട്ടർ. വാട്ട് ഈസ് യുവർ ഫേവററ്റ് ഓതർ? വേർ മോസ്റ്റ് ടേ ട്രിങ്കൻ. വാട്ട് വാണ്ടഡ് ടു ഡ്രിങ്ക് ടേ. ആരാണ് ടീ വേണമെന്ന്. ആർക്കാണ് ടീ വേണ്ടത്? വേർ ഹാറ്റ് ദ ഫെൻസ്റ്റർ ഗെഓപ്പൺ. ഹൂ ഓപ്പൺ ദ വിൻഡോ. ആരാണ് ജനൽ ഓപ്പൺ ചെയ്തത്? വെൽഷസ് എന്ന് വെച്ചാൽ വിച്ച്. വെൽഷർ ഫിലിം ഗെഫെൽറ്റ് ദിയർ. ഏത് മൂവിയാണ് നിനക്കിഷ്ടം? അതായത് മസ്കുലിൻ ആണെങ്കിൽ വെൽഷർ ആയിരിക്കും, ഫെമിനിൻ ആണെങ്കിൽ വെൽഷയും, ന്യൂട്രൽ ആണെങ്കിൽ വെൽഷസും ആയിരിക്കും. വെൽഷെ സ്പ്രാഹെ സ്പ്രഷ്ട് ദു അം ബെസ്റ്റൻ. ഏത് ഭാഷയാണ് നിനക്ക് സംസാരിക്കാൻ കഴിയുന്നത് ഏറ്റവും നന്നായിട്ട്? പിന്നെ വെൽഷസ് ബുക്ക് ലീസ്റ്റ് ദു ഗെറാഡെ എന്ന് വെച്ചാൽ വിച്ച് ബുക്ക് ആർ യു റീഡിങ് റൈറ്റ് നൗ. ഏത് ബുക്കാണ് നീ ഇപ്പോൾ വായിക്കുന്നത്?
welche Medikamente nimmst du? Welche Medikamente nimmst du? Which medication are you taking? ഏത് മെഡിസിൻ ആണ് നിങ്ങൾ എടുക്കുന്നത്? Welches Beruf möchtest du lernen? Which profession do you want to learn? ഏത് പ്രൊഫഷൻ ആണ് നിങ്ങൾ പഠിച്ചത്? Welcher Tag ist heute? ഇന്ന് ഏത് ദിവസമാണ്? അടുത്ത wohin, എങ്ങോട്ടേക്ക്? wohin gehst du jetzt? എങ്ങോട്ടേക്കാണ് ഇപ്പൊ നീ പോകുന്നത്? wohin fahrst du wohin fährst der Bus? എങ്ങോട്ടേക്കാണ് ബസ്സിൽ പോകുന്നത്? പിന്നെ wohin sellst du die Blumen? Why are you putting the flower? ആരാണ് ചെടി നട്ടത്? wohin reist du im summer? Where are you travel in the summer? wohin gehst du jetzt എന്ന് വെച്ചാൽ where are you going now? പിന്നെ wohin fährst du bus? where is going the bus? എങ്ങോട്ടേക്കാണ് ബസ്സിൽ പോകുന്നത്? പിന്നെ wohin stellst du die Blumen? ആരാണ് പൂക്കൾ നട്ടത്? എവിടെയാണ് വേർന്ന് പറഞ്ഞ wohin എന്ന് പറഞ്ഞ എവിടെയെന്നല്ലേ? എങ്ങോട്ടേക്കാണ് wohin stellst du die Blumen? wohin stellst du die Blumen? എങ്ങോട്ടേക്കാണ് പൂക്കൾ എടുത്തത്? പൂക്കൾ സ്റ്റെൽ എന്ന് പറഞ്ഞ സ്റ്റെൽ എന്ന് പറഞ്ഞ എന്നതാ? where are you putting in the flower? ഫ്ലവർ എവിടെയാണ് വെച്ചതെന്ന്. പിന്നെ wohin reist du in summer? where are you traveling in the summer? എങ്ങോട്ടേക്കാണ് സമ്മറിൽ ട്രാവൽ ചെയ്യുന്നത്? wohin soll ich das senden? where should I send this? എങ്ങോട്ടേക്കാണ് ഞാൻ സെൻഡ് ചെയ്തത്? പിന്നെ wohin soll ich das senden? അത് പറഞ്ഞു. wohin bringt man diesen patientin? where are you take this patient? ആരാണ് ഈ പേഷ്യന്റിനെ എടുക്കുന്നത്? woher എങ്ങോട്ടേക്ക്? woher എവിടെന്നാ? എവിടുന്ന് വരുന്നു? woher എന്ന് പറഞ്ഞാൽ എവിടുന്ന് വരുന്നു? from where? woher kommst du? where are you from? എവിടെ നിന്നാണ് വരുന്നത്? woher heißt du das? how do you know that? അല്ലെങ്കിൽ what are you know that from? എവിടെയാ where do you know that? എവിടെയാണെന്ന് അറിയാമോ? woher heißt du das? പിന്നെ woher kommt dieser Stein? എന്ന് വെച്ചാൽ where does the stone come from? എവിടെ നിന്നാണ് ഈ സ്റ്റോൺ വന്നത്? പിന്നെ woher hast du diesen computer? എവിടെ നിന്നാണ് കമ്പ്യൂട്ടർ കൊണ്ടുവന്നത്? woher stamped diese Nachricht? എവിടെ നിന്നാണ് ഈ മെസ്സേജ് ഒറിജിൻ ചെയ്തത്? പിന്നെ woher kommst der Geruch എന്ന് വെച്ചാൽ എവിടെ നിന്നാണ് ഈ സ്മെല്ല് വരുന്നത്? we feel how much uncontrollable എന്ന് വെച്ചാൽ എണ്ണാൻ കഴിയാത്ത ഒരുപാട്. we feel costed does how much does that cost? എത്രയാണ് അതിന്റെ വില? we feel Zeit haben wir noch? എത്ര ടൈം ഉണ്ടാവും നിനക്ക്?
എത്ര ടൈം ഉണ്ടാവും നിനക്ക്? പിന്നെ വി ഫീൽ വസർ ഡ്രിങ്ക് ഡു, എത്ര തവണ എത്ര വെള്ളം കുടിച്ചു? പിന്നെ വി ഫീൽ ഗൾട്ട് ബ്രൗസ്ഡ് ഡു, ഹൗ മെനി മണി ടു യു നീഡ്, എത്ര പൈസയുണ്ട് നിന്റെ കയ്യിൽ? എത്ര പൈസയാണ് നിനക്ക് ആവശ്യം? പിന്നെ വി ഫീൽ സുക്കർ നിംസ്റ്റ് ഡു, എത്ര ഷുഗർ നീ എടുത്തു? വി ഫീൽ ഗെറ്റൂൾഡ് ഹാസ്റ്റ് ഡു എന്നുവെച്ചാൽ ഹൗ മച്ച് പേഷ്യൻ്റ് ഡു യു ഹാവ്, എത്ര പേഷ്യൻ്റ് ഉണ്ട് നിനക്ക്? വി ഫീൽ ഹൗ മെനി, എണ്ണാൻ കഴിയുന്ന, കൗണ്ടബിൾ. വി ഫീൽ ഗഷിഷ്ട ഹാസ്റ്റ് ഡു, എത്ര സിബ്ലിങ്സ് നിനക്കുണ്ട്? വി ഫീൽ സ്റ്റുഡൻറ്റൻ സിൻഡ് ഇൻ ദർ ക്ലാസ്, ഹൗ മെനി സ്റ്റുഡൻസ് ആർ ഇൻ ദ ക്ലാസ്, എത്ര സ്റ്റുഡൻസ് ഉണ്ട് നിന്റെ ക്ലാസ്സിൽ? വി ഫീൽ സ്റ്റുഡൻ ആർബൈറ്റ് ഡു, എത്ര ഹവേഴ്സ് നീ വർക്ക് ചെയ്യുന്നു, എത്ര മണി വരെ വർക്ക് ചെയ്യുന്നു? വി ഫീൽ ഹൗസ് ടിയറെ ഹാസ് ടു, എത്ര ഹൗ മെനി പെറ്റ്സ് ഡു യു ഹാവ്, എത്ര പെറ്റുണ്ട് നിങ്ങൾക്ക്? വി ഫീൽ ഫ്രാഗൻ ഗിഫ്റ്റ് എസ്, ഹൗ മെനി ക്വസ്റ്റ്യൻസ് ആർ ദെയർ, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന്? വി ഫീൽ കോസ്റ്റഡ് ഫ്രാഗൻ ഗിഫ്റ്റ് ഡു. പിന്നെ വി ഫീൽ സ്പ്രാഹൻ സ്പ്രഷ്ട് ഡു, ഹൗ മെനി ലാംഗ്വേജ് ഡു യു സ്പീക്ക്, എത്ര ലാംഗ്വേജ് നിങ്ങൾ സംസാരിക്കും? പിന്നെ A1 A2 ലെവലിലെ കോൺവെർസേഷൻ ആണ് അംബാൻപു. അപ്പം അന്ന, ഹലോ വേ ബിസ്തു, അപ്പം ഹു ആർ യു എന്നാണ് വേ ബിസ്തു. ബെന്ന് പറയണ ഇഷ്പിൻ ബെൻ, ഞാൻ ബെന്നാണ്. വേ ബിസ്തു, നീ ആരാണ്? അപ്പോൾ അന്ന പറയാണ് ഇഷ്പിൻ അന്ന, വേർ ഇസ്റ്റ് ദസ് ഡോട്ട്, അവിടെ എന്താണ്? ഇതാരാണ്? ദസിസ്റ്റ്, അപ്പം ബെന്ന് പറയാണ് ദസിസ്റ്റ് മൈന ഫ്രോയിൻഡ്, അതെൻ്റെ ഫ്രണ്ടാണ്. വോഹർ കൊം ടു നോ, എവിടെ നിന്നാണ് വരുന്നത്? അവൻ അത് എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ അന്ന പറയാണ് ഇഷ് വൈസസ് നിഷ്ട്, എന്ന് വെച്ചാൽ ഇഷ് വൈസ് നിഷ്ട്, എനിക്കറിയത്തില്ല. വേർ കൊം നോഹ് കൊംറ്റ്, അവർ എവിടെ നിന്നാണെന്ന് എനിക്കറിയത്തില്ല. സാഗ് മിയർ, എന്നോട് പറ. വേർ വാട്ടർ ഔഫ് ഉൻസ്, നമ്മൾ എത്ര നേരം വെയിറ്റ് ചെയ്യണമെന്ന് എന്നോട് പറ. വാസ് മഹ്സ് ടു ഹിയർ, അപ്പം എന്നെ പറയാണ് വാസ് മഹ്സ് ടു ഹിയർ, എന്താണ് നീ ഇവിടെ ചെയ്യുന്നത്? ബെൻ പറയാണ് ഇഷ് വാർട്ടെ ഔഫ് ഡെൻ സൂക്ക്, ഞാൻ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. വാസ് മഹ്സ് ടു, അന്നടുത്ത് ബെന്നി ചോദിക്കുന്നു. അപ്പം അന്ന പറയാണ് ഇഷ് കൗഫെ അതിന് ടിക്കറ്റ്, ഞാനൊരു ടിക്കറ്റ് മേടിക്കുന്നു. വാസ് കോസ്റ്റഡ് ദസ് ടിക്കറ്റ്, എത്രയാണ് ടിക്കറ്റിന്? അപ്പം ബെൻ പറയാണ് ഇഷ് വൈസ് നീഷ്, എനിക്കറിയത്തില്ല. വാസ് ഇസ് കോസ്റ്റഡ്, എത്രയാണത്? പിന്നെ അന്ന പറയാണ് കാൺസ്റ്റ് ദു സാഹൻ, എന്നോട് പറയാമോ? വാസ് വിയർ യെറ്റ്സ് മാഹൻ, എന്താണ് നമ്മൾ ഇനി നമ്മൾ ഇപ്പം എന്താണ് ചെയ്യേണ്ടത്? അപ്പം ഇഷ് സാഗെ ദിയർ, ഞാൻ നിന്നോട് പറയാം. വാസ് ഫോർ ടു, ഇത് വായിക്കണോടാ? അന്നായും ബെന്നും എന്ന് പറഞ്ഞിട്ട് ചുമ്മാ വായിച്ചിട്ടാ പോരെ? അന്ന ഹലോ wir bist du? Ben, ich bin Ben. Wer bist du? Anna, ich bin Anna. Wer ist das dort? Ben, ich bin das ist meine Freund. Wer kommst du noch? Anna, ich weiß nicht. Wer noch kommt?
Ben sag mir, wer wartet auf uns? Anna, was machst du hier? Ben, ich warte auf den Zug. Was machst du? Anna, ich kaufe ein Ticket. Was kostet das Ticket? Ben, ich weiß es nicht, was es kostet. Anna, kannst du sagen, was wir jetzt machen? Ben, ich sage dir, was wir tun. Was wir tun എന്ന് വെച്ചത് എന്നാ? Was wir tun എന്ന് വെച്ചത് എന്നാ? അന്ന അന്ന പറയാണ് വൺ കം ടു ഡെയർ സുഖ് എപ്പോഴാണ് ബിസ്വ ബെന്ന് പറയാണ് ഡെയർ സുഖ് കം ടു സെൻ 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 ഉവർ വൺ കൊംസ് ടു ഡു അപ്പൊ അന്ന ich komme immer früh wann fast der Bus അപ്പൊ ബെന്ന് ich weiß nicht wann wenn der Bus fahrt Anna, sag mir, wann wir gehen. Ben, ich sage dir, wann wir starten. Anna, wo ist der Bahnsteig? Bahnsteig. അപ്പം Ben, der Bahnsteig ist dort. Wo fahrst du? Anna, ich warte hier. Wo ist das Café? Ben, ich weiß nicht, wo das Café ist. Anna, kannst du sagen, wo wir essen? Ben, ich zeige dir, wo wir essen. Anna, warum bist du hier? Ben, ich bin hier für die Reise. Warum bist du hier? Anna, ich bin hier für Urlaub. Warum ist es so voll? Ben, ich weiß nicht, warum es voll ist. Anna, sag mir, warum wir warten. Ben, ich erkläre dir, warum wir warten. Anna, wie ist die Reise? Ben, die Reise ist gut. Wie ist dein Tag? Anna, mein Tag ist gut. Wie kommst du hierher? Ben, ich komme mit dem Bus. Ich weiß nicht, wie es geht. Anna, kannst du sagen, wie wir fahren? Ben, ich zeige dir, wie wir gehen. Im Restaurant. Anna, hallo, was möchtest du essen? Ben, ich nehme Pizza. Was nimmst du? Anna, ich nehme Salat. Wie ist das Essen hier? Ben, das Essen ist gut. Warum ist es teuer? Anna, ich nehme Salat. Wie ist das Essen hier? Ben, das Essen ist gut. Warum ist es teuer? Anna, ich weiß nicht, warum es teuer ist. Ben, der Keller kommt. Wer ruft ihn? Wer ruft ihn? അടുത്തൊരു a day in the city. Eine Tage in der Stadt. Am Bahnhof. Teil 1.
am Bahnhof at the train station. Lucas State Bahnhof, Hauptbahnhof. Lucas State Hauptbahnhof. Fragt eine Passenden Entschuldigung, wo ist der Bahnhofseingang? Bahnhofseingang. Wo ist mein Ticket? Ich finde es nicht. Wo ist Gleis 4? Mein Zug fährt bald. Wo liegt eigentlich mein Handy? Wo liegt eigentlich mein Handy? Mein Handy. Ah, in der Jacke. Wo ist hier eine Bäckerei? Ich brauche Kaffee. Und wo bist du jetzt, lieber Zug? Lukas auf die Anzeigetafel. Lukas schaut auf die Anzeigetafel. Wann kommt der Zug nach Berlin? Wann beginnt die Reise genau? Wann hast du Zeit für ein Telefonat, Mama? Wann essen wir heute Abend zusammen? Wann ist mein nächster Termin? Wann hast du eigentlich Geburtstag? Polizist sieht viele Busse. Wohin fährst dieser gelbe Bus dort? Wohin gehst du am Wochenende? Wohin soll ich mein großes Gepäck bringen? Wohin läuft die kleine schwarze Katze? Wohin fliegst du im nächsten Sommer? Wohin stellen wir die Köpfe im Abteil? Auf der Markt at the market. Lukas geht zum Marktplatz, Essen zu kaufen. Fragt den Verkäufer. Was kaufst du heute für die Gemüsesuppe? Was ist deine Lieblingshobby? Was kostet eine Kilo Tomaten? Was machst du heute Nachmittag nach der Arbeit? Was sagst der Chef über die Preise? Was ist das dort in der Holzkiste? Der Verkäufer antwortet freundlich. Lukas schaut auf den Käse. Wie viel kostet der Käse pro Stück? Wie viel Milch ist noch in der Flasche? Wie viel Zucker nimmst du normalerweise? Wie viel Geld hast du heute in der Tasche? Wie viel Zeit brauchen wir für den Einkauf? Wie viel Wasser trinkst du jeden Tag? Dann zählte er das Obst. Wie viel Brosten brauchen wir für das Frühstück? Wie viel Apfel möchtest du in der Tüte haben? Wie viele Freunde kommen heute Abend zur Party? Wie viele Eier sind in diesem Karton? Wie viele Stunden arbeitest du am Samstag? Wie viele Leute stehen hier in der Schlange? Er muss sich entscheiden.
Welcher Mandel gefällt dir am besten? Und welche Tasche ist nicht so teuer? Welches Auto ist wirklich schnell? Welches Bus nehmen wir nach Haus? Welche Schule besuchst du in Deutschland? Welches Haus ist dein Ziel? Im Café? Lukas trifft seinen Freund Thomas in einem Café. Setzt sich um. Wer ist der Mann an den kleinen Tisch? Wer kommt heute noch zu unserer Feier? Wer spielt dort draußen so schön Karate? Wer hilft mir jetzt mit ഓളിയും കുറച്ച് വെച്ചേ Wer hilft mir jetzt mit dieser schweren Tasche? Wer singt das Lied im Radio? Wer lacht dort so laut und fröhlich? Setzt sich zu Thomas. Setzt sich zu Thomas. Hallo Thomas, wie heißt du eigentlich mit Nachnamen? Thomas. Wie alt bist du dieses Jahr geworden? Wie geht es dir heute Morgen? Wie spät ist es jetzt genau? Wie schmeckt die Pizza in diesem Café? Und wie findest du meine neue Brille? Wie findest du meine neue Brille? Thomas lacht. Lukas fragt weiter. Warum bist du heute so früh hier? Warum lachst du die ganze Zeit über mich? Warum ist es in diesem Café so unglaublich kalt? Warum lernst du eigentlich so fleißig Deutsch? Warum weinst du vor Lachen? Warum schläfst du fast ein? Zum Schluss reden sie über ihre Heimat. Woher kommst du ursprünglich? Woher kommst du ursprünglich? Woher kommt dein Freund Markus? Woher heißt du so viel über Technik? Woher hast du diese modernen Schuhe? Woher kommt die Leute Musik? Woher ist dieser leckere rote Wein? Leckere rote Wein. Conversation between two friends, Lukas and Marcos, at a train station und a Café. Das Treffen am Bahnhof. Lukas. Hallo Markus. Wo ist dein Koffer? Wo sind deine Eltern? Wo hast du dein Ticket gelassen? Wo ist hier die Information? Wo steht eigentlich unser Zug? Wo finde ich eine Toilette? Und wo ist mein Regenschirm geblieben? Markus, keine Sorge. Wann kommt der Zug nach Berlin? Wann kommt der Zug nach Berlin?
Wann beginnt deine Schicht? One has ആണ് ഇഷ്ടമാണ്. Shift. One has to cite für einen Kaffee. One ist die Bäckerei geöffnet. Wann endet dieser Regen endlich? Wann fliegst du nach Hause? Wann sehen wir uns wieder? Lukas, bald. Ciao. Wer ist die Frau dort am Gleis? GLEIS Gleis ആണോ? എന്താ? GLEIS Gleisho. Gleis. Gleich. Wer hilft uns mit den Taschen? Wer verkauft hier Fahrkarten? Wer ruft dich Fahrkarten? എന്നുവെച്ചാൽ എന്നതാ? ട്രാവൽ ടിക്കറ്റ് ആരാണ് ഇവിടെ സെൻഡ് ചെയ്യുന്നത്? ഫറാഡ് ടിക്കറ്റ് ആരാണ് സെല് ചെയ്യുന്നതെന്ന്? ട്രാവൽ ടിക്കറ്റ് ആരാണ് ഇവിടെ സെല് ചെയ്യുന്നത്? വാർ റൂഫ് ദി ഗെറാഡെ അൻ. അല്ല, വാറല്ലല്ലോ, വേറല്ലേ? വേർ റൂഫ് Wer ruft dich gerade an? Wer spielt diese Leute Musik? Wer hat das Fenster zugemacht? Wer möchte eine Eis essen? Markus, das ist meine Schwester. Sag mal, wie geht's es deinen Bruder? Wie heißt dieses Restaurant? Wie alt ist dein neues Auto? Wie spät ist es jetzt? Wie teuer war dein Handy? Wie komme ich zum Ausgang? Wie schmeckt dein Tee? Im Café. Lukas, was bestellst du zum Frühstück? Was ist deine Lieblingsessen? Was machst du am Wochenende? Was kostet dieser Kuchen? Was liest du in der Zeitung? Was schenkst du deiner Mutter? Was ist in dieser Tasche? Markus, ich nehme einen Saft. Warum bist du so müde? Warum ist der Bus so spät? Warum lachst du über mich? Warum lernst du so viel Deutsch? Warum ist das Wetter heute so schlecht? Warum trinkst du keinen Wein? Warum ist dieser Kaffee so voll? Lukas, ich bin müde, weil ich viel arbeite. Wie viele Stunden arbeitest du? Wie viele Geschichten hast du? Wie viele Sprachen
sprichst du? Wie viele Euro hast du dabei? Wie viele Kilometer എന്ന് തന്നെയാണോ പറയുന്നത്? Wie viele Kilometer fährst du jeden Tag? Wie viele Fragen hast du noch? Wie viele Freunde kommen heute Abend? Markus, ich habe viele Freunde. Wie viel Milch möchtest du? Wie viel Zeit haben wir noch? Wie viel Zucker nimmst du? Wie viel Geld kostet das Zimmer? Wie viel Wasser trinkst du am Morgen? Wie viel Geduld braucht man hier? Wie viel Salz ist in der Suppe? Die Reisepläne. Lukas, wohin fahrst du im Urlaub? Wohin bringst du das Paket? Wohin എങ്ങോട്ടേക്കെന്ന് wohin geht's der Weg? Wohin stellen wir die Stühle? Stellen എന്ന് വെച്ചെന്നാ കൊണ്ട വെച്ചതോ? അവിടെ വെക്കുന്നു. എങ്ങോട്ടേക്കാണ് വെക്കുന്നത്? അങ്ങോട്ടേക്കാണ് വെക്കുന്നത്. Wohin läuft der Hund? Wohin fliegen die Vögel? Wohin schneckt du E-Mail? Schickt du die E-Mail? Markus, nach München. Woher kommst du eigentlich? Eigentlich എന്ന് വെച്ചാ eigentlich Eigentlich എന്ന് വെച്ചാൽ ആക്ച്വലി woher comes du eigentlich? എങ്ങോട്ടേക്കാണ് പോകുന്നത്? എവിടെ നിന്നാണ് ശരിക്കും നിങ്ങൾ വരുന്നത്? Woher heißt du das alles? അപ്പൊ എനിക്ക് ചൂടുവെള്ളം. Woher stammt dieser Wein? സ്റ്റേംഡിന്റെ മീനിങ് എന്നാ? സ്റ്റേംഡ് STAMMT. Woher stammt dieser Wein? എവിടെ നിന്നാണ് ഈ വൈൻ രൂപപ്പെട്ടത്? Woher hast du diese Information? Woher kommt der Wein heute? Woher hast du diese Geschenk? Woher kommt dein Freund? Lukas. Ich komme aus Indien. Welcher Tag ist heute? Welche Farbe magst du? Welches Buch kaufst du? Welchen Bus nehmen wir? Welches Hotel ist gut? Welche Schuhe passen mir? Welche Schuhe passen mir?
welcher feeling ist interessant? Drill. Wie geht es dir? How are you? Mir geht es sehr gut, danke. I'm very well, thanks. I'm very well, thanks. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം. എന്ത് es geht so. Ich bin ein bisschen müde. So I am a bit tired. Not so good. Not so good. Nicht so gut. Nicht so good. Not so good. Wie heißt du? What's your name? Ich heiße Sandeep. My name is Sandeep. Meine Name ist Sandeep. Ich bin Sandeep. Woher kommst du? Where are you come from? Ich komme aus Indien, aus Kerala. ഞാൻ വരുന്നത് ഇന്ത്യയിലെ കേരളത്തിൽ നിന്നാണ്. Ich komme ich komme ursprünglich aus München. I originally come from München. Aus Indien, from India. Wo wohnst du? Where do you live? എവിടാണ് നിങ്ങൾ താമസിക്കുന്നത്? Ich wohne jetzt in Berlin. I live in Berlin now. Ich wohne in der Goethestraße. Goethestraße. I live at Goethestraße. In einem kleinen Dorf. In a small village. Was machst du beruflich? What do you do for living? Ich bin Student. I am a student. Ich arbeite als Lehrer. I working as a teacher. Ich bin im Moment arbeitslos. I am unemployed at the moment. Wie alt bist du? How old are you? Ich bin 23 Jahre alt. Ich werde nächsten Monat 24. Sprichst du Deutsch? Do you speak English? Ja, ich spreche ein bisschen Deutsch. Nein, leider nicht. Ja, sehr gut. Was ist deine Muttersprache? Was ist your mother tongue? What is your mother tongue? Meine Muttersprache ist Malayalam. My mother tongue is Malayalam. Ich spreche English und Hindi. I speak English und Hindi, Malayalam. Hast du Geschwister? Do you have siblings? Ja, ich habe eine Schwester. Yes, I have one sister. Nein, ich bin Einzelkind. Einzelkinder. Einzelkind. Einzelkind എന്നാണോ? Einzelkind എന്നാണോ? Einzelkind. Einzelkind. Ja, zwei Brüder. Was machst du gern? What do you do? What do you like to do? Hobbies. Ich lese gerne Bücher und spiele Fußball. I like reading books und playing football. Ich reise sehr gern. I like travel very much. ഓളിയും കുറച്ച് വെച്ചേ. Ich höre gern Musik. I like listening to music. Wie spät ist es? What is the time?
Es ist jetzt 4 und 14 Uhr. It is 2 p.m. 2 p.m. ആയി ഇപ്പോൾ. Es ist halb 3. It is halb past 2. Ich weiß es nicht. Ich habe keine Uhr. എനിക്കറിയില്ല, എൻ്റെ കയ്യിൽ വാച്ചില്ല. Was möchtest du trinken? What would you like to drink? എന്താണ് നിങ്ങൾക്ക് കുടിക്കാൻ ഇഷ്ടം? Ich möchte einen Kaffee, bitte. I would like a coffee, please. Ein Wasser, bitte. A water, please. Nichts, danke. Nothing, thanks. Wo ist die Toilette? Where is the toilet? The toilet is the toilet is the Ruben. The toilet is the Ruben. Rechts. The toilet is over there on the right. Im erste Stock on the first floor. It's tut mir leid. Ich weiß es nicht. Sorry, I don't know. One has to Geburtstag. When is your birthday? Ich bin am 15. März Geburtstag. My birthday on March 5th. അല്ലല്ലോ. Ich habe am 15. 15. März Geburtstag. My birthday is on March 5th. In September. Morgens. Tomorrow. Verstehst du das? Do you understand that? Ja, ich verstehe das gut. Yes, I understand that well. Nein, kannst du das bitte wiederholen? No, can you please repeat that? Nichts alles. Not everything. A1 to A2. To compromising guide to German interrogative word, their grammatical cases, and how they interacted with the prepositions. Core interrogative, nominative, accusative, dative. Use were for people and was for things. അതായത് നോമിനാറ്റീവ് കേസിൽ വേറും വെസ്സും ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അക്യുസാറ്റീവ് കേസിൽ വെന്നും വാസും എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഡേറ്റീവ് ആണെങ്കിൽ വേം എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. വേം ഫോർ പീപ്പിൾ, നോട്ടീവ്. യു ജനറലി ഡു നോട്ട് യൂസ് എ തിങ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഫോർ word for pure dative object without a preposition. Welcher, dieser. Welcher എന്ന് വെച്ചാൽ which, dieser എന്ന് വെച്ചാൽ this. Welcher used to ask about a specific choice from a group. Welcher എന്തിനാ ചോയ്സ് പറയാനായിട്ടാണ് welcher യൂസ് ചെയ്യുന്നത്. These are യൂസ് ചെയ്യുന്നത് യൂസ് ടു പോയിന്റ് ഔട്ട് എ സ്പെസിഫിക് പേഴ്സൺ ഓർ തിങ്സ്. ഒരു സ്പെസിഫിക് പേഴ്സണോ തിങ്സിനെ നമ്മൾ പറയാനായിട്ട് പോയിന്റ് ചെയ്യാനായിട്ടാണ് these are യൂസ് ചെയ്യുന്നത്. Both decline based on the gender. Masculine, feminine, neutral ഉണ്ട്. Cases of the noun they preside. അതായത് മസ്കുലിന്, ഫെമിനിൻ, ന്യൂട്രലൊക്കെ ആകുമ്പോൾ അതിൻ്റെതായ രീതിയിൽ വ്യത്യാസങ്ങൾ വരും. എൻഡിങ്ങിൽ ക്വസ്റ്റ്യൻ വിത്ത് പ്രപ്പോസിഷൻസ്.
ഇത് വേണോ ക്വസ്റ്റ്യൻസ് വിത്ത് പ്രപ്പോസിഷൻ? When a verb requires a preposition, the question word changes. അതെന്നതാണ് പറയുന്നത്? When a verb requires a preposition, the question word changes. പ്രപ്പോസിഷൻ വരുന്ന അനുസരിച്ച് ക്വസ്റ്റ്യൻ വേർഡ് ചേഞ്ച് ആവുന്നു. Auf wenn warst du? Auf wenn warst du? Who are you waiting for? Who are you waiting for? Worauf wartest du? അല്ലെങ്കിൽ auf wen wartest du അല്ലേ? വായിക്കണ്ട മനസ്സിലാക്കില്ല. ഇനി ഡ്രില്ലും കൂടെ ഉള്ളൂ. അല്ല, ഡ്രില്ലും കൂടെ ഉള്ളൂ. ഇനി അല്ല, ഡ്രില്ല് കഴിഞ്ഞ അതിന്റെ അടിയിലോട്ടുണ്ട്. ഡയറക്റ്റീവ് ഫ്രാഗേസൈറ്റോ ഫ്രാഗേസ്റ്റേറ്റ്സ്. അത് കഴിഞ്ഞിട്ടും കുറെ ഡ്രില്ലുകൾ. ഇത് തന്നെയല്ലേ മേളി വായിച്ചേ? അന്നേരം സ്റ്റോപ്പ് ചെയ്യട്ടെ.